ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു തീർക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് കേട്ടോ ബൈബിള്. പക്ഷേ പലപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല പലർക്കും, എന്നെ പോലെ തന്നെ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് തൊട്ടത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെ ഈ ബൈബിൾ റീഡിങ്ങിൽ പങ്കെടുക്കാം. ഇപ്പോൾ ഒരു ദിവസം എന്തോരം വായിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പല എപ്പിസോഡുകളായിട്ടാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഉൽപ്പത്തിയൊക്കെ കുറേ പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പായി പോവാണ്, ഉൽപ്പത്തി അടുത്ത ഗ്രന്ഥങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാവർക്കും വായിക്കാൻ ഇഷ്ടമുള്ള ഗ്രന്ഥങ്ങളാണ് സുഭാഷിതം, ജോബ്, സങ്കീർത്തനം, പ്രഭാഷകൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇന്ന് എളുപ്പമുള്ള, ഏവർക്കും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിൽ തന്നെ തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തതാണ് സുഭാഷിതങ്ങൾ എന്ന് പറയുന്നത്. സുഭാഷിതങ്ങൾ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ ഒത്തിരി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് ഒരു രക്ഷ നൽകുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതിനും സഹായകമായ ഒരു ഗ്രന്ഥമാണ് സുഭാഷിതങ്ങൾ. അതുപോലെ തന്നെ എളിമ, ക്ഷമ, ദരിദ്രരോടുള്ള ബഹുമാനം, സ്നേഹിതർ തമ്മിലുള്ള വിശ്വസ്ത, ഭാര്യ-ഭർത്ത ബന്ധം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുഭാഷിതങ്ങൾ എന്നുള്ള ഇതിൽ തന്നെ തുടങ്ങാം. അപ്പം എന്നോട് കൂടി ബൈബിൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ബൈബിൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ 1-2 മിനിറ്റോ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇതിൽ പങ്കുചേർന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബൈബിൾ വായിച്ചു തീർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം.